തൊട്ടി കിണറ്റിലേക്ക് ഇട്ടതും കണ്ടത് രണ്ട് വലിയ കണ്ണുകൾ തുറച്ചു നോക്കുന്നതാണ്. പിന്നാലെ ഒരു ഗർജനവും. കൊല്ലം പറവൂരിലെ വീട്ടിലെ കിണറ്റിനുള്ളിൽ വീണ പുലിയെ രക്ഷപ്പെടുത്താൻ 5 മണിക്കൂറാണ് ഫയർഫോഴ്സ് പരിശ്രമിച്ചത്. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ ചേർന്നുണ്ട്. കണ്ണൻ, ഈ കിണറ്റിൽ വീണ ഐറ്റം ചെറിയ ആളല്ലല്ലോ. എന്തായിരുന്നു ഉണ്ടായത്? എന്താ സംഭവിച്ചത്? സാധാരണ രാവിലെ വെള്ളം കോരാനായി കിണറിൻ്റെ കരയിലേക്ക് പോയതാണ്. ആൾമറയില്ലാത്ത ഒരു കിണറായിരുന്നു. തൊട്ടി താഴേക്ക് ഇട്ട് സാധാരണ വെള്ളം കോരുന്ന പോലെ അകത്തേക്ക് നോക്കിയ സമയത്ത് വലിയ 2 കണ്ണുകൾ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. ഒപ്പം തന്നെ ഒരു ഗർജനവും ഉണ്ടായി. പെട്ടെന്ന് വീട്ടമ്മയായിട്ടുള്ള സിവി പേടിച്ചുപോയി. അവർ പെട്ടെന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായില്ല. നാട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് ഏതാണ്ട് 5-6 വയസ്സ് പ്രായമുള്ള ഒരു പുലി ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു. ആൾമറയില്ലാത്ത ഒരു കിണറാണെന്ന് പറഞ്ഞല്ലോ. അതായത് രാത്രിയിൽ വളർത്തുനായയോ അല്ലെങ്കിൽ കോഴിയൊക്കെ തന്നെ പിടിക്കാൻ വേണ്ടി രാത്രി കക്ഷി വന്നതാണ്. അങ്ങനെ വന്ന് കാല് തെറ്റി നേരെ വീണത് ഈ കിണറിനകത്താണ്. കിണറിനകത്ത് വീണ് വീട്ടുകാർ വിവരം അറിയിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നു. പ്രദേശത്ത് വലിയ രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം വനംവകുപ്പിന് ആദ്യമാണ്. ആദ്യം അവർ കരുതി എങ്ങനെയെങ്കിലും ഈ കക്ഷിയെ മയക്ക് വെടിവെച്ച് പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അഞ്ചലിൽ നിന്ന് വെറ്റിനറി ഓഫീസർ വന്നു, കാര്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ വെടിവെച്ച് കഴിഞ്ഞാൽ, മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അതിനെ മുകളിലേക്ക് കൊണ്ടുവരിക ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. 2 വെള്ളത്തിൽ കിടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അത് ചത്തുപോകാനുള്ള സാധ്യത വളരെയേറെയാണ്. പിന്നീടാണ് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഒരു രംഗപ്രവേശം. ഫയർഫോഴ്സുകാർ ചെയ്ത പ്രവൃത്തിയെ 100% മനസ്സുകൊണ്ട് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് നേരെ വലയൊക്കെയായി വന്നു. ഈ പ്രദേശം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കുറേ കാടിനുള്ളിലൂടെ പോകുന്ന പ്രദേശമാണ്. റിസർവ് വനത്തിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അവർ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ആ വലിയ ഭാരമുള്ള വടവും വലയൊക്കെ തന്നെ ചുവന്ന് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഈ വല താഴേക്ക് ഇറക്കി. ആദ്യം ഈ പുള്ളി കയറാൻ തയ്യാറായില്ല, വലയിലേക്ക് കയറാൻ തയ്യാറായില്ല. കയറിൽ കടിച്ചു പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നീട് കുറേയേറെ പണിപ്പെട്ട് ഈ വെള്ളമൊക്കെ ദേഹത്തൊഴിച്ച് പുലിയെ ഒരു വിധത്തിൽ ആ വലയ്ക്കുള്ളിലേക്കാക്കി വല മുറുക്കി നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷവും വീണ്ടും ഈ താഴെ കൊണ്ടുപോകണം. താഴെ ആണ് ഈ പുലിയെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള, പുലിയെ കിടത്താൻ വേണ്ടിയുള്ള ഒരു കൂട് തയ്യാറാക്കി വെച്ചിരുന്നത്. അവസാനം ഒരു വലിയ മരം മുറിച്ച് ആ 2 കയറുകളിലുള്ള ഈ വല കെട്ടി നേരെ തോളയിൽ താങ്ങി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. ശരി കണ്ണൻ, എന്തായാലും ഈ ഒരു ആൾമറയില്ലാത്ത കിണറായതുകൊണ്ടാണ് ഈ ഒരു പുലി കിണറ്റിലേക്ക് വീഴാനിടയായത്. എന്തായാലും ആ ആളുകളുടെ ഒക്കെ ഒരു കുറച്ച് സമയത്തെ വീട്ടമ്മയുടെ ഒക്കെ ഒരു പരിഭ്രാന്തി നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്തായാലും ഫയർഫോഴ്സ് സംഘം എത്തി കരക്കെത്തിച്ചു.